തുറന്നങ്ങു കാണുന്ന ദൈവം, ഉണ്ടായ നാൾ മുതൽ കാക്കുന്ന ദൈവം, മനസ്സിൻ്റെ ശക്തിയാമിമ്മാനുവേ, മാറാത്ത സ്നേഹമെന്നീശോ, മാറാത്ത സ്നേഹമെന്നീശോ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ധർമ്മകാര്യവുമായി ബന്ധപ്പെടുത്തി പൗലോസ് പറയുന്നത്, ദൈവപ്രസാദം ലഭിക്കുന്നതിന് മനസ്സൊരുക്കത്തോടെ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുക്കണം. 2 കൊരിന്ത്യർ 8:12. അതായത് ഇല്ലാത്തതുപോലെയല്ല, ഉള്ളതുപോലെ മനഃപൂർവ്വമായി ദാനം ചെയ്യണം. അപ്പോൾ നമ്മിൽ ദൈവം പ്രസാദിക്കും. ഇവിടെ 2 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. 1, മനഃപൂർവ്വമായി ദാനം ചെയ്യണം. 2, പ്രാപ്തിക്കനുസരിച്ച് ദാനം ചെയ്യണം. മക്കെദോന്യ സഭയുടെ ഔദാര്യ ദാനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഫിലിപ്പിയ, തെസ്സലോനിക്ക സഭകളെയാണ് മക്കെദോന്യ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സഭയിലുള്ളവർ വിശ്വാസം നിമിത്തം പീഡനങ്ങൾ അനുഭവിച്ചവരായിരുന്നു. ഫിലിപ്പിയർ 1:29-30, 1 തെസ്സലോനിക്കർ 1:6. സഭയെ സംബന്ധിച്ച് ദുഃഖിക്കുവാൻ അവർക്ക് ധാരാളം കാരണമുണ്ടായിരുന്നു. എങ്കിലും അവർ സന്തോഷിച്ചു. അവർ കഠിനമായ ദാരിദ്ര്യത്തിൽ കൂടി കടന്നുപോയവരായിരുന്നു. എങ്കിലും അവർ ധാരാളമായി പ്രാപ്തി പോലെ ദാനം ചെയ്തു. അവർക്ക് ലഭിച്ച ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ദാനം ചെയ്തത്. ദൈവകൃപ അനുഭവമാക്കിയവർക്ക് മാത്രമേ കണക്ക് നോക്കാതെ ദാനം ചെയ്യുവാൻ കഴിയൂ. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർ ദാനം ചെയ്യുവാനുള്ള കാരണമായി 2 കൊരിന്ത്യർ 8:5 പറയുന്നത്, അവർ മുന്നമേ കർത്താവിനായി തങ്ങളെ സമർപ്പിച്ചിരുന്നു എന്നതാണ്. സ്വന്തം ജീവനെ അവർക്ക് ദാനമായി നൽകിയ കർത്താവായിരുന്നു അവരുടെ റോൾ മോഡൽ. അതുകൊണ്ട് തങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് സമർപ്പിക്കുവാൻ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു. ജീവൻ നൽകി തങ്ങളെ സ്നേഹിച്ച കർത്താവിനോടുള്ള സ്നേഹം അവരുടെ കരം മുഴുവനായി തുറക്കുന്നതിന് കാരണമായി. കർത്താവിനായി സമർപ്പിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കൈ തുറന്ന് ദാനം ചെയ്യുവാൻ കഴിയൂ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമാണ് തുറന്ന മനസ്സോടെ ദാനം ചെയ്യുക എന്നത്. ദാനം ചെയ്യുന്നത് എപ്രകാരമായിരിക്കണം? 2 കൊരിന്ത്യർ 9:7, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുക്കുന്നതിൻ്റെ അളവല്ല, കൊടുക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. വിധവയിട്ട ഏറ്റവും വില കുറഞ്ഞ കാശ് ഏറ്റവും വിലയുള്ളതായി കണ്ടുകൊണ്ട് കർത്താവ് പറയുന്നത്, ഈ വിധവയാണ് ഏറ്റവും അധികം, എല്ലാവരെക്കാളും അധികം കാണിക്ക ഇട്ടത്. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അതിനർത്ഥം ദാനം ചെയ്യുന്നതിൻ്റെ ഉറവിടം ഹൃദയമാകുന്നു എന്ന്. കൊടുക്കുന്ന ദാനത്തെ പോലെ പ്രധാനമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സത്യയായ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണജാഗ്രത എന്നിവയ്ക്ക് തുല്യമായ സ്ഥാനം തന്നെയാണ് ധർമ്മകാര്യത്തിനും നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 8:7. പരസ്പരം കരുതൽ നൽകാതെയുള്ള ജീവിതം അത് ക്രിസ്തീയം ആകില്ല. പൗലോസ് നമുക്ക് നൽകുന്ന ഉപദേശം അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം എന്ന്. അതായത് വിശ്വാസി മറ്റുള്ളവരോട് കരുതൽ ഉള്ളവനായിരിക്കണം. ദൈവം നമുക്ക് ആവശ്യത്തിലധികമായി തന്നിട്ടുണ്ട്. അധികമായി നമുക്ക് തന്നിരിക്കുന്നത് ബാങ്കിൽ സൂക്ഷിക്കുന്നതിനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനും അല്ല, അത് പങ്കുവയ്ക്കുന്നതിനാണ്. നമ്മുടെ സമൃദ്ധിയിൽ നിന്നുള്ള അനുകമ്പയല്ല ദാനം. ഇപ്പോൾ നമുക്കുള്ള സുഭിക്ഷം മറ്റുള്ളവരുടെ ഇല്ലായ്മയ്ക്ക് ഉതകുമ്പോൾ ഒരുപക്ഷേ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ദുർഭിക്ഷത്തിൽ
മറ്റുള്ളവരുടെ സുഭിക്ഷം അത് സഹായമായി തീരും. 2 കൊരിന്ത്യർ 8:14. ഇതെല്ലാം ഞാൻ നേടിയെടുത്തത് എൻ്റെ കഴിവ് കൊണ്ടും ഉത്സാഹം കൊണ്ടും മാത്രമാണ് എന്ന് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടില്ലേ? ഞാൻ നേടിയെടുത്തത് ദാനം ചെയ്ത് ചിലവിടാനുള്ളതല്ല എന്നും ചിന്തിച്ചിട്ടില്ലേ? ഇപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് എന്ന് പറയുവാൻ കഴിയുമോ? ഇസ്രായേൽ ജനതയുടെ മരുഭൂയാത്രയിൽ അവർ പെറുക്കിയെടുത്ത മന്നയെക്കുറിച്ച് പറയുന്നത്, ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. പുറപ്പാട് 16:18. ഭക്ഷണമില്ലാതെ നിലവിളിച്ച ഇസ്രായേലിന് ദൈവം മന്ന ആഹാരമായി നൽകി. അവരോട് പറഞ്ഞത് അവനവൻ ആവശ്യമുള്ളത് പെറുക്കിയെടുക്കണമെന്ന. ഈ കൽപ്പന ലംഘിച്ച് ചിലർ കൂടുതൽ പെറുക്കി, എന്നാൽ കൂടുതൽ പെറുക്കി നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചത് ക്രമിച്ചു നാറിപ്പോയി. പുറപ്പാട് 16:20. അധികം പെറുക്കിയത് സഹോദരൻ്റെ അവകാശമെന്ന് ആരും ചിന്തിച്ചില്ല. അധികം പെറുക്കിയത് ആർക്കും പ്രയോജനപ്പെട്ടതുമില്ല. നാം കൂട്ടിവയ്ക്കുന്നത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. കൂട്ടിവയ്ക്കുന്നത് ശാശ്വതമാകയില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളവയെ ദൈവഹിതപ്രകാരം മനഃപൂർവ്വമായി ദാനം ചെയ്യാം. അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും. കർത്താവേ, നീ തന്നിട്ടുള്ളവയെ മനഃപൂർവ്വമായി പങ്കുവയ്ക്കുവാനുള്ള കൃപ എനിക്കും നൽകണമേ. ആമേൻ. മിഴിനീര് തുടയ്ക്കുന്ന കാരുണ്യവാൻ, ആശ്വസിപ്പിക്കുന്ന നായകൻ നീ. മിഴിനീര് തുടയ്ക്കുന്ന കാരുണ്യവാൻ, ആശ്വസിപ്പിക്കുന്ന നായകൻ നീ. അമ്മയെക്കാളും ഓമനിക്കുന്ന അലിവുള്ള മൽപ്രാണനാഥൻ. അമ്മയെക്കാളും ഓമനിക്കുന്ന അലിവുള്ള മൽപ്രാണനാഥൻ. ഉള്ളം തുറന്നങ്ങു കാണുന്ന ദൈവം, ഉണ്ടായ നാൾ മുതൽ കാക്കുന്ന ദൈവം. മനസ്സിൻ്റെ ശക്തിയാം ഇമ്മാനുവേൽ, മാറാത്ത സ്നേഹമെന്നീശോ.